നമസ്കാരം. കഴിഞ്ഞ ദിവസം കോൺഗ്രസ് നേതൃത്വത്തെ പിടിച്ചു കുലുക്കിയതായിരുന്നു നെടുമ്പറമ്പിൽ ഫിനാൻസിൻ്റെ ഉടമ എൻ രാജു നടത്തിയ ആൻ്റോ ആൻ്റണി എംപിക്കെതിരായ വെളിപ്പെടുത്തൽ. എന്നാൽ ആൻ്റോ ആൻ്റണിയാകട്ടെ ഇപ്പോൾ ശക്തമായ മുന്നറിയിപ്പുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. പത്തനംതിട്ടയിലെ പ്രമുഖരായ CPI നേതാക്കൾ, അതായത് KP ഉദയഭാനു ഉൾപ്പെടെയുള്ള CPI നേതാക്കൾക്കും മന്ത്രി വീണ ജോർജിനും എതിരെയാണ് അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. പല കാര്യങ്ങളും ഇനി അങ്ങോട്ട് പുറത്തോട്ട് വരും എന്നാണ് ഇപ്പോൾ ആൻ്റോ ആൻ്റണി വെളിപ്പെടുത്തുന്നത്. അത് എന്തൊക്കെ കാര്യങ്ങളാണെന്നുള്ള കാര്യം അദ്ദേഹം വ്യക്തമാക്കിയിട്ടില്ല എങ്കിൽ പോലും വീണ ജോർജുമായി ബന്ധപ്പെട്ട് അവരുടെ ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ടാണോ അതോ വീണ ജോർജിന് സ്ഥാനാർത്ഥം ലഭിച്ചതുമായി ബന്ധപ്പെട്ടാണോ എന്നുള്ള കാര്യം ഇനിയും വ്യക്തമല്ല. ഏതായാലും താൻ ഒരുപാട് കാര്യങ്ങൾ ഇനി പുറത്തു കൊണ്ടുവരാൻ പോവുകയാണ് എന്നുള്ള പ്രഖ്യാപനം അദ്ദേഹം നടത്തിയിരിക്കുകയാണ്. മാത്രമല്ല, തനിക്കെതിരെ ആരോപണം ഉന്നയിച്ചവർക്ക് അത് തെളിയിക്കാനുള്ള ബാധ്യതയുമുണ്ട് എന്നാണ് ആൻ്റോ ആൻ്റണി ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഏതായാലും ആൻ്റോ ആൻ്റണിയെ സംബന്ധിച്ചിടത്തോളം നിലവിൽ അദ്ദേഹം സുരക്ഷിതമായ അവസ്ഥയിലാണ് സാങ്കേതികമായി. കാരണം ED ആൻ്റോ ആൻ്റണി ചോദ്യം ചെയ്യാൻ വിളിച്ചാലും താൻ പണം കൈപ്പറ്റിയിട്ടില്ല എന്ന് അദ്ദേഹം തീർത്ത് പറഞ്ഞാൽ EDക്ക് അത് വിശ്വസിക്കാനേ തരമുള്ളൂ. കാരണം യാതൊരു തരത്തിലുള്ള ബാങ്ക് ട്രാൻസാക്ഷനോ ഒന്നും തന്നെ നടന്നിട്ടില്ല. മറിച്ച് ശരിക്കും വെട്ടിലാകാൻ പോകുന്നത് NM രാജു ആയിരിക്കും. കാരണം 2 കോടി രൂപ ഒരാൾക്ക് അങ്ങനെ എടുത്ത് ഒരുമിച്ച് കൊടുക്കാൻ കഴിയില്ല ലിക്വിഡ് ക്യാഷായിട്ട്. നമുക്കതറിയാം, അതിനൊരുപാട് പരിമിതികളുള്ളതാണ്. 2 ലക്ഷം കൂടുതൽ ഒരാൾക്ക് ക്യാഷായി കൊടുക്കാൻ കഴിയുകയില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ എങ്ങനെയാണ് 2 കോടി രൂപ എടുത്ത് കൊടുത്തത് എന്ന് ചോദിച്ചാൽ NM രാജു അതിൻ്റെ സോഴ്സ് വെളിപ്പെടുത്തേണ്ടി വരും. മാത്രമല്ല, അദ്ദേഹം ഈ കേസിൽ പ്രതിയാകുന്ന അവസ്ഥയിലേക്ക് എത്തും. എന്തുകൊണ്ടാണ് NM രാജു ഇത്തരത്തിലുള്ളൊരു പത്രസമ്മേളനം നടത്തി കാര്യങ്ങൾ വെളിപ്പെടുത്തിയത് എന്ന് തിരക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പഴയ പാർട്ടിയിലെ നേതാക്കന്മാർ തന്നെയാണോ ഇതിൻ്റെ പിന്നിലെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അനുനയം കൊണ്ടാണോ അതോ ഭീഷണി കൊണ്ടാണോ എന്നറിഞ്ഞില്ല NM രാജു ഇത്തരത്തിലുള്ളൊരു പത്രസമ്മേളനം നടത്തിയത് എന്ന് സ്വാഭാവികമായി ആരും സംശയിക്കേണ്ടി വരും. കാരണം ഈ സംഭവം നടന്ന് 2019 എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത്രയും വർഷമായിട്ടും കേരള LDF ഭരിച്ചിട്ടും കേരള കോൺഗ്രസ് മാണി വിഭാഗം LDFിൻ്റെ ഭാഗമായി മാറിയിരുന്നിട്ട് പോലും എന്തുകൊണ്ട് ആൻ്റോ ആൻ്റണിക്കെതിരെ ഇത്തരം ആരോപണം ഉന്നയിച്ചില്ല, അല്ലെങ്കിൽ പണം തിരികെ കിട്ടാനുള്ള ആ രീതിയിലുള്ള ശ്രമം നടത്തിയില്ല എന്നുള്ള ചോദ്യം വരുന്നുണ്ട്. മാത്രമല്ല, അദ്ദേഹം പറയുന്നത് തൻ്റെ കുടുംബാംഗങ്ങൾ ആൻ്റണിയെ കണ്ട് കരഞ്ഞ് കാല് പിടിച്ചിട്ടും അദ്ദേഹം അത് കേട്ടില്ല എന്നാണ്. അപ്പോൾ സ്വാഭാവികമായി വരുന്ന മറ്റൊരു ചോദ്യമുണ്ട്. NM രാജുവിൻ്റെ ധനകാര്യ സ്ഥാപനങ്ങളിൽ പണം നിക്ഷേപിച്ചിരുന്ന എത്ര ആളുകൾ എത്തി അദ്ദേഹത്തിനെയും കൈയും കാലും പിടിച്ച് കാണുമായിരിക്കും. എന്നിട്ടും ആരോടും കാട്ടാത്ത ഒരു മനോഭാവം എന്തിനാണ് ആൻ്റോ ആൻ്റണിയോടെന്ന സ്വാഭാവിക ചോദ്യവും അവിടെ ഉയർന്നു വരുന്നുണ്ട്. ഏതായാലും പത്തനംതിട്ട ജില്ലയിലെ CPMനെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിലുള്ള ഒരു പ്രത്യാഘാതമാണ് ഇതിലൂടെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കാരണം നേരത്തെ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പത്മകുമാർ ഉൾപ്പെടെയുള്ളവർ പ്രതിയാവുകയും പത്മകുമാർ ഇപ്പോഴും ജയിലിൽ കിടക്കുകയും ചെയ്യുന്നത് CPMലെ തിരിച്ചടിയായിട്ടുണ്ട്. പക്ഷേ പത്മകുമാറിൻ്റെ പേരിൽ നടപടിയെടുക്കാൻ ഇപ്പോഴും പാർട്ടി തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കൂടാതെ ആൻ്റോ ആൻ്റണിക്കെതിരെ അവിടുത്തെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു ഇപ്പോൾ സംസ്ഥാന സമിതി അംഗമായ KP ഉദയഭാനു ഉൾപ്പെടെയുള്ളവർ ഉന്നയിച്ച ആരോപണങ്ങൾ, പക്ഷേ ഒരു തെളിവുകളും ഇല്ലാതാണ് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. ഒരു വ്യക്തിയുടെ പേരിൽ ആരോപണം ഉന്നയിക്കുമ്പോൾ അതിന് വ്യക്തമായ തെളിവുകൾ വേണം. ഏതായാലും ഉദയഭാൻ്റെ ആരോപണത്തിന് പിന്നാലെ നെടുമ്പറമ്പിൽ ഉടമയും പത്രസമ്മേളനം നടത്തി തനിക്ക് പൈസ തരാനുണ്ട് എന്ന് പറഞ്ഞതിൻ്റെ പിന്നിൽ എന്തോ രാഷ്ട്രീയ കളി ഉണ്ട് എന്ന കാര്യം 100% വ്യക്തമാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ആൻ്റോ ആൻ്റണിയെ സംബന്ധിച്ചിടത്തോളം സാങ്കേതികമായി അദ്ദേഹം സുരക്ഷിതമാണ്. പക്ഷേ അത് രാഷ്ട്രീയപരമായി അദ്ദേഹത്തെ ഏതെങ്കിലും ബാധിക്കും എന്നുള്ള സ്വാഭാവികമായ ചോദ്യം ഉയരുന്നുണ്ട്. കാരണം 20 ലക്ഷം രൂപ തിരികെ കൊടുത്തു എന്നാണ് NM രാജു പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആ പണം എങ്ങനെയാണ് ആൻ്റോ ആൻ്റണി തിരികെ കൊടുത്തത്? ഈ 2 കോടി വാങ്ങിച്ചു എന്ന് പറയുന്ന NM രാജുവിനോട് തിരഞ്ഞെടുപ്പിന് വേണ്ടിയാണ് എന്നാണ് ആൻ്റോ ആൻ്റണി പറഞ്ഞു എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ തിരഞ്ഞെടുപ്പിൻ്റെ ചിലവ് നമുക്കറിയാം, ഇത്രയും വലിയ തുക ഒരിക്കലും നിയമപരമായി ചിലവഴിക്കാനുള്ള വകുപ്പ് ഒരു സ്ഥാനാർത്ഥിക്കുമില്ല. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ആൻ്റോ ആൻ്റണിയെ സംബന്ധിച്ചിടത്തോളം ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഒരു അദ്ദേഹം അതിശക്തമായ ചില വെളിപ്പെടുത്തലുകളുമായി രംഗത്തെത്താനുള്ള സാധ്യതയുണ്ട്. ആൻ്റോ ആൻ്റണി KPC പ്രസിഡന്റ് ആകുമെന്നുള്ള വാർത്തകൾ പുറത്തുവന്ന പശ്ചാത്തലത്തിൽ ഒരുപക്ഷെ അതിന് തടയിടുന്നതിന് സ്വന്തം പാർട്ടിക്കാർ, അതായത് കോൺഗ്രസ്സുകാർ തന്നെ ആയിരിക്കുമോ ഇത്തരത്തിലുള്ള ഈ ഫിനാൻസ് ഉടമയെ രംഗത്തിറക്കിയതെന്ന സംശയവും സ്വാഭാവികമായും ഉയരുന്നുണ്ട്. എന്നാൽ നിലവിൽ ആൻ്റോ ആൻ്റണിയുടെ മുന്നറിയിപ്പ് CPMനെ സംബന്ധിച്ചിടത്തോളം അല്പം ഭയം ഉണർത്തുന്നത് തന്നെയാണ്. കാരണം എന്തൊക്കെയാണ് അദ്ദേഹം ഇനി വിളിച്ചു പറയാൻ പോകുന്നത് എന്നുള്ള ഉത്കണ്ഠയിലാണ് അവർ. ആരോഗ്യവുമായി ബന്ധപ്പെട്ട അഴിമതികളാണോ അതോ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണോ, ഇതൊന്നുമല്ല ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് CPM നേതാക്കൾക്കുള്ള പങ്കിനെക്കുറിച്ചാണോ അദ്ദേഹം കൂടുതൽ വെളിപ്പെടുത്തൽ നടത്താൻ പോകുന്നത് എന്നുള്ള കാര്യം വ്യക്തമല്ല. ഏതായാലും സോഷ്യൽ മീഡിയയിലൂടെ ഇത്തരത്തിലൊരു പോസ്റ്റ് ഇട്ടതിന് പിന്നാലെ മതിയായ തെളിവുകളുമായി വീണ്ടും രംഗത്തെത്തിയില്ലെങ്കിൽ പിന്നെ അത് ആൻ്റോ ആൻ്റണിയുടെ രാഷ്ട്രീയ ഭാവിക്കും വലിയ തോതിലുള്ള പ്രശ്നം സൃഷ്ടിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് നേതൃത്വവും ആൻ്റോ ആൻ്റണി എല്ലാം തന്നെ ഒരുമിച്ച് നിന്നുകൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത ഈ ഒരു ഘട്ടത്തിൽ UDFന് എല്ലാ സാധ്യതയുമുള്ള ഒരു സാഹചര്യം പരമാവധി മുതലെടുക്കാൻ തന്നെയായിരിക്കും ശ്രമിക്കുക. അതിൻ്റെ ഫലമായി അവരും പല കാര്യങ്ങളും പുറത്തുവിടാൻ തന്നെയാണ് സാധ്യത എന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്.